ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പഞ്ചപ്പാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററുടെ സഹായത്തോടു കൂടി IAS, IPS, IFS തുടങ്ങിയ ലക്ഷ്യം നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം, അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ 2024 ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വർഷം മുതൽ അത് ഇൻഡിവിജ്വൽ മെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത്. പിന്നെ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് UPSC-മായിട്ടും KS-മായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും മറ്റുള്ള ഡിസ്കഷൻസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം UPSC എക്സാം നമുക്കറിയാം ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ഒരു 10 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്ത് അതിൽ ഏകദേശം 5 മുതൽ 6 ലക്ഷം വരെ ആളുകൾ എല്ലാ വർഷവും പ്രിലിംസ് ചെയ്ത് അതിൽ നിന്നൊരു 13,000 ആളുകളെ മാത്രം മെയിൻസിലോട്ട് തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാം ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് അതിന് വ്യക്തമായ പ്ലാനിങ്ങും ഗൈഡൻസോടും കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കോച്ചിങ് പ്രധാനമാണ്. കോച്ചിങ്ങിൽ ജോയിൻ ചെയ്താലും ഇനി നമുക്കൊരു വ്യക്തമായൊരു മെൻറ്ററോ ഗൈഡോ സഹായം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ചുമ്മാ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, പക്ഷേ വ്യക്തമായ ട്രാക്കിലൂടെ ആവണമെന്നില്ല. ഇനി അതല്ല, സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും സെൽഫായിട്ട് പഠിക്കുമ്പോൾ നമ്മളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അത് ചിലപ്പം കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മളെ പുറത്തുനിന്ന് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡ്, ഒരു മെൻറ്റർ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കരുത്, എങ്ങനെ ആൻസർ റൈറ്റിംഗ് എഴുതണം, എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, എങ്ങനെ ടെസ്റ്റുകൾ എഴുതണം, എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യണം, നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോരോ ഘട്ടത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും റൈറ്റ് ട്രാക്കിലൂടെ ആകും. ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹിമാലയത്തിൽ പോകുമ്പോൾ ഒരു വ്യക്തമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കയറാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അധികം വർഷങ്ങളെടുക്കും നമ്മൾ സ്വന്തമായിട്ട് മാത്രം ശ്രമിച്ച് പോവുകയാണെങ്കിൽ. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്നവരാവട്ടെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പഠിക്കുന്നവർ ആവട്ടെ, അപ്പോൾ ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ ലക്ഷ്യം IAS ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യുക, അത് പൂർണ്ണമായിട്ടും കാണാം. ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇവിടെയൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ 2024 ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള PCM ഫൗണ്ടേഷൻ പ്ലസ് PCM 2024 കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം പ്രിലിംസ് ചെയ്താൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രിലിംസ് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളൊരു 1 ഇയർ പ്രോഗ്രാമാണ്, ഓരോ വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് പ്രിലിംസും മെയിൻസും കഴിയുന്നവരെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 10-15 മാസത്തോളം ഉണ്ടാവുന്നതാണ്. ഓക്കെ, പ്രിലിംസും മെയിൻസും കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർ ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് പേർക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് മെൻറ്റർഷിപ്പ് തരുന്നത്. അപ്പോൾ നിങ്ങൾ മെൻറ്ററിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ആ മെൻറ്ററിങ്ങിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കംപ്ലീറ്റ് UPSC കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ്, നിങ്ങളിപ്പോൾ ഏത് ലെവലിലെത്തി, എന്തൊക്കെ അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 1 ഇയർ സ്ട്രാറ്റജി തരും. ഓക്കെ, 1 ഇയറിലോട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഘട്ടമായിട്ട് നിങ്ങളുടെ സാഹചര്യവുമായി, കാരണം ചില ആൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ വർക്കിംഗ് സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 1 ഇയർ സ്ട്രാറ്റജി തരും. അത് നമ്മൾ മന്ത്ലി പ്ലാനിങ് ആക്കി ഡിവൈഡ് ചെയ്ത് വീക്ക്ലി ടാർഗറ്റ് ആക്കി തരും. ആ വീക്ക്ലി ടാർഗറ്റിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി തരും. ഒരു NCERT കവർ ചെയ്യാൻ തരും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാനുണ്ടാവും, GS സബ്ജക്റ്റ് കവർ ചെയ്യാനുണ്ടാവും, മാപ്പ് സ്റ്റഡീസ്, പിന്നെ MCQs ചെയ്യാനുണ്ടാവും, പിന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ക്ലി ടാർഗറ്റ് തരും. നിങ്ങൾ ആ വീക്ക്ലി ടാർഗറ്റ് പഠിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുൻകൂട്ടി തീരുമാനിച്ച ആ ഒരു ഡേറ്റിൽ നമ്മൾ 1-to-1 മെൻറ്റർഷിപ്പ് വെക്കും. സൂമിലൂടെയോ കോളിലൂടെയോ ഡയറക്റ്റ് ആയിട്ടോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് പറ്റും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും, തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ച് തരും. അതുപോലെ നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കും തരും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു വീക്കത്തെ കാര്യങ്ങൾ ഒന്ന് പ്രോഗ്രസ് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീക്കിലോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ റൈറ്റിംഗ് ആവട്ടെ, മറ്റുള്ള സബ്ജക്റ്റുകളാവട്ടെ, NCERT ആവട്ടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം പോകുന്നത്. പഠനപരമായ കാര്യങ്ങളല്ലാതെ ചില സമയത്ത് നിങ്ങൾ എനർജി വീക്ക് ആകുമ്പോഴും ഡീമോട്ടിവേറ്റ് ആകുമ്പോഴും മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠനത്തെയും ഓവറോൾ പ്രിപ്പറേഷനെയും എല്ലാം നിങ്ങളെ ഉപകരിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പോകുന്നത്.
അപ്പം അത് താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, അവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ഉണ്ടാവും. പിന്നെ സബ്ജക്റ്റ് ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകളായിട്ട് എല്ലാ സബ്ജക്റ്റും ക്ലാസ്സുകളായിട്ടുണ്ടാവും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കും അതുണ്ടാവും. ഓക്കെ, പിന്നെ അത്തരത്തിൽ വിപുലമായ രീതിയിലാണ് അത് പോകുന്നത്. അതുകൂടാതെ മറ്റുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അതിലേതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ അറിയാനും എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ നമ്മുടെ ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മെൻറ്റർ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും